good morning everyone. Namaskaram, welcome to Vinny's Kitchen. 27-ാം തീയതിത്തെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു യാത്രയോടുകൂടി നമുക്ക് തുടങ്ങാം. നല്ല വല്ല പെൺകുട്ടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നല്ല വല്ല പെൺകുട്ടിയോ നല്ല ആലോചനയോ ആരായാലും വിരോധമില്ല. ആ ഫോട്ടോ എടുക്കേ. ഗായ്സ് കം ലെറ്റ്സ് ഗോ. രതീഷ് ഉണ്ടോ? രതീഷ് പിന്നെയും പോയി. അയ്യോ രേഷേ ഇറങ്ങേല എവിടെ ഉണ്ണിക്കുട്ടാ കം ഹിയർ. എന്നെ നോക്കാം. ഓക്കെ, ടിക്കറ്റുകളൊക്കെ കയറും. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ യാത്ര പോകുന്നത് സർപ്പക്കാവിലേക്ക്, പാമ്പാടി സർപ്പക്കാവിലേക്കാണ് പോകുന്നത്. കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടെമ്പോ ട്രാവലർ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്നത്തെ ദിവസം 27-ാം തീയതി വൈകുന്നേരം തന്നെയാണ് നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും 50th വെഡിങ് ആനിവേഴ്സറി. പാമ്പാടി അമ്പലത്തിലേക്ക് ഇതെങ്ങനെ? ഹലോ നമ്മളൊക്കെ സിമ്പിൾ ആണെന്ന് ഹായ് കുക്കി മാമ. ഒരു തോർത്ത് കൊടുക്കോ, ഒരു തോർത്ത് കൊടുക്കോ. കാരണവരെ ഇരിക്കട്ടെ. സെൽഫി അല്ല ഇത്, അപ്പോൾ 27th ഈവനിങ് കോട്ടയൽ കൺവെൻഷൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് അവരുടെ തന്നെ ചെറിയ കുറച്ച് മെമ്പേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഹാളുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മൾ അമ്പലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പാമ്പാടി സർപ്പക്കാവിൽ എന്തായാലും എല്ലാ കൊല്ലവും വന്നു കഴിഞ്ഞാൽ സർപ്പക്കാവിലേക്ക് പോകുന്നത് പതിവാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പാമ്പാടി സർപ്പക്കാവാണ് നമ്മൾ പോയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാം പോയിട്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റാക്കാം. എന്താ കാര്യം എന്ന് വെച്ചാൽ വൈകുന്നേരം 5:30 കൂടിയിട്ടാണ് ആൾക്കാർ വരാൻ പോകുന്നത്. നമ്മൾ ഗസ്റ്റിനെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് 100-200 പേരോളമുള്ള ചടങ്ങായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എല്ലാ അമ്പലങ്ങളും കവർ ചെയ്തു. ഇവിടേക്ക് വരാനുള്ളതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ലൈക്ക് ഇത്രയും വീഡിയോ കവറേജ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ടാവുന്ന പോലെയുള്ള വിഷസ്, വരാൻ പറ്റാത്തവരുടെ വിഷസ് എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുപാട് ക്ലബ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് വരാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. സോ നേരത്തെ കൂട്ടിയിട്ട് തന്നെ എല്ലാം ചെയ്തു. പിന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തില്ല. പാമ്പാടിയിലാണല്ലോ ജയമാമ മരിച്ചതിന് ശേഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജയമാമയുടെ വീട്ടിലേക്കും ഒന്ന് പോകണം, അമ്മായിയും കാണണം എന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാ നമ്മുടെ സർപ്പക്കാവ് എത്തിക്കഴിഞ്ഞു. സർപ്പക്കാവ് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊഴുതു വീട്ടിലേക്ക് വന്നു. മണി ഐസ് ഏതാ? ഗ്രേപ്പ്, പൈനാപ്പിള്, പാലൈസ് ഒക്കെ ഉണ്ടാവൂലേ? ഗ്ലാസ് എടുത്തിട്ട് വാ. ഗ്ലാസ് നല്ലതാ. ഒരു പ്രാവശ്യം കഴിച്ചൊക്കെ കുഴപ്പമുണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ട്. ഏതൊക്കെയാ? ഇതെന്താ? പാലൈസ് ഉണ്ടോ? പാലൈസ് ഉണ്ടോ? അതാ ഗ്രേപ്പ്. സേമിയ ഉണ്ടോ? എന്നാ എനിക്ക് സേമിയ മതി. മുന്തിരി
കുട്ടികൾക്ക് വേണോ കുട്ടികൾക്ക് നിനക്ക് എന്താ വേണ്ട ഗ്രേപ്പ് വേണം അപ്പൂസ് നിനക്ക് വേണ്ട the ice like to dry for? സേമി Really? Same. യാ പാലൈസ് മതിയാ Pineapple ആയിരിക്കാം. അഞ്ഞി വേണോ ചോദിക്കാം ആർക്കാ വേണ്ടേ ആർക്ക് വേണ്ടേ നന്നായിണ്ടോ എനിക്ക് സേമിയ ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഇതാർക്കാ വേണ്ട മുപ്പത് രൂപ തരുമോ പ്ലീസ് ഐസ് വാങ്ങിച്ചോ ഏതാ ആൻറ്റിക്ക് ഏതാ വേണ്ട സേമിയ ഗ്രേപ്സ് ഓറഞ്ച് പൈനാപ്പിൾ പാൽ ഒരു ഗ്രേപ്സ് കുട്ടികളൊന്നും വേണ്ട ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വീഡിയോ എടുക്കാനുള്ള റിഹേഴ്സൽ തുടങ്ങാൻ പോവുകയാണ്. ആ അംഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അംഗം കഴിഞ്ഞതിന് ശേഷം പിന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഗൈസ് അമ്മ 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 കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് വരൂ അമ്മ അമ്മ ഇതിപ്പോ തമ്മി തല്ലി തല ഒട്ട അമ്മ റൊമാൻറ്റിക് ആയിട്ട് വരണോട്ടാ നടുവിലെങ്ങനെയാടാ സൈഡില് മണിക്കുട്ടൻ നടുവില് രതീഷ് ആ അവര് ഗ്യാപ്പ് വിട്ടാൻ നിക്കുക ഞാൻ പറഞ്ഞേക്ക് എല്ലാ ഈ സൈഡിൽ നിന്ന് വന്നോട്ടെ കണ്ണാടി മാറിയാൽ മതി രതീഷ് പിന്നെ മണിക്കുട്ടൻ അവിടെ അല്ല മണിക്കുട്ടൻ പിന്നെ രതീഷ് അവിടെ എല്ലാം അങ്ങനെ കൂടി ഓക്കെ ഫ്രണ്ടിലേക്ക് വരണ്ടല്ലോ അല്ലല്ലോ നമ്മുടെ അടുത്തേക്ക് ഗൈസ് കം ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞു അതെ എല്ലാം കഴിഞ്ഞു ഉണ്ണിക്കുട്ടാൻ വന്നില്ലെങ്കിൽ എല്ലാവരും ഉണ്ണിക്കുട്ടാ മാറ നീ ഒന്നും വന്നിട്ടില്ലാന്ന് വിളിക്കോ അതാ നാരായണ നാരായണ അമ്മ അമ്മ ഇരിക്കോ അതാ ഓക്കെ കണ്ണേട്ട കണ്ണേട്ട വേണ്ട തന്നെ വന്ന് നിൽക്കൂ ആ മണിക്കുട്ടമ്പോ മണിക്കുട്ടപ്പോ കണ്ണേട്ട മാറ് കണ്ണേട്ട മാറ് കണ്ണേട്ട നീക്ക് മണിക്കുട്ട നിക്ക് എന്താ ഒക്കെ തന്നെ മോത്തിന്റെ ഈ കള്ള ലക്ഷണം രതീഷ് പോ മണിക്കുട്ട മാറ് എങ്ങോട്ടാണ് അങ്ങോട്ട് മാറാ ക്യാമറ നോക്കി മിണ്ടാണ്ട് നിന്നാ മതി പൊക്കോളൂ ഓക്കെ ഓക്കെ മണിക്കുട്ട പോ ഓൺലി ലുക്ക് അറ്റ് ദ ക്യാമറ മണിക്കുട്ടനെ നോക്കണ്ട കണ്ണേട്ടാ ഓക്കെ യാ യു ഗോ ഓക്കെ ഹിയർ ഗോസ്
അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടായാൽ എന്ത് വേണ്ട. അപ്പോൾ ശരി, ഇതാ വൈകുന്നേരത്തെ ഈവൻറ്റിൻ്റെ കവറേജാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മനുവിൻ്റെ അടുത്തും കിച്ചുവിൻ്റെ അടുത്തും കൊടുത്തിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. ബിക്കോസ് ഞാൻ ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന തിരക്കായിരുന്നു. സോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആൻഡ് എലിഗൻ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. കാര്യങ്ങളെല്ലാം അണ്ണേട്ടനും അനിയന്മാരും പിന്നെ അമ്മാവനും എല്ലാവരും കൂടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് ഹാള് ആൻഡ് ഇറ്റ് വാസ് വെരി മച്ച് കംഫർട്ടബിൾ ഫോർ 150 to 200 പീപ്പിൾ. നല്ല രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ കണ്ണേട്ടൻ ആൾക്കാർ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് കാര്യങ്ങളുടെ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാംസ്, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ബിക്കോസ് പാട്ടുണ്ടായിരുന്നു, കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുവെങ്കിലും ബാക്കി കുറേ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഫോണൊന്നും നമ്മുടെ കയ്യിലേ അല്ലായിരുന്നു. അപ്പോൾ അതാ അച്ഛനും അമ്മയും എത്തിക്കഴിഞ്ഞു. ആൻഡ് അവരുടെ ലൈഫിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒന്നും അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടാവില്ലല്ലോ ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഒരു 50 ഗ്ലോറിയസ് ഇയേഴ്സിന് നമുക്ക് എന്ത് മക്കളായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരെയും വിളിച്ചിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ആഘോഷിക്കുന്ന ഒരു കാര്യം. ആൻഡ് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ എന്താണ് പറയുക, നമ്മുടെ ടീച്ചർമാരും NSSലത്തെ ആൾക്കാരും ലേഡീസ് വിങ്ങും അതേമാതിരി തന്നെ ബാക്കിയെല്ലാം അമ്മ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ുള്ളവരെ എല്ലാവരെയും തന്നെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നെയ്ബേഴ്സ് തൊട്ട് എല്ലാവരെയും. അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. എനിക്ക് പിന്നെ ടീച്ചർമാരും മാഷുമാരുമായിട്ടുള്ള ബന്ധം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഞാനാണല്ലോ ആദ്യം വരുന്നത്. ആ സമയത്ത് അമ്മ അപ്പോഴും വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ടീച്ചർമാരെയും മാഷുമാരെയും ഒക്കെ ഒരുപാട് അറിയാം. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഓബ്വിയസ്ലി ഞങ്ങൾ 3 മരുമക്കൾക്കും ഫോട്ടോ സെഷൻ എന്തായാലും വേണമായിരുന്നു. ആൻഡ് എന്താണ് പറയുക, ഞങ്ങൾ എടുക്കുന്ന കണ്ടതുകൊണ്ട് മാത്രം കുശുമ്പ് കയറിയിട്ട് ഇവർ 3 പേരും കൂടി വന്നതാണ്. അതല്ലെങ്കിൽ ഇവരെന്തായാലും വരാൻ പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യമായിരുന്നു. ഞങ്ങൾ അവിടെ എടുക്കുന്ന കണ്ട അപ്പോൾ അതെന്താ ഞങ്ങൾ വന്നാൽ എന്ന് ചോദിച്ചിട്ട് വന്ന ഒരു കാര്യമാണ്. ആൻഡ് യെസ്, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫോട്ടോസ്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നമ്മൾ അതിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ മൂപ്പര് പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. ഈ ഒരു വീഡിയോന് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയ ഒരു കാര്യമായിരുന്നു. ഇൻസ്റ്റാഗ്രാം റീലിൽ ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോ ആയിരുന്നു ഞങ്ങളിത് ചെയ്തത്. ഇത് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പോൾ സമയം ആവാൻ തുടങ്ങി. അപ്പോൾ അച്ഛനും അമ്മയും ഇരുന്നു അവിടെ. പൊതുവെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ശീലമല്ലേ, അമ്മയ്ക്ക് ഓടി നടന്നിട്ടാണ് ശീലം, എല്ലാവരെയും വെൽക്കം ചെയ്തിട്ടാണ് ശീലം. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണാൻ എല്ലാവരും സ്റ്റേജിലാണ് വരിക, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ണേട്ടൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ഇപ്പോഴും പർലി 6 എന്ന പേരിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയും എനിക്കറിയാം. അത് ജയേട്ടനായാലും ജിജേഷേട്ടനായാലും അഭിലാഷേട്ടനായാലും പ്രമോദേട്ടനായാലും എല്ലാവരെയും എനിക്കറിയാം. ആൻഡ് ഫാമിലിക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ടൈം എടുത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓരോരുത്തരായിട്ടുള്ള രീതിയിൽ തന്നെ വരികയായിരുന്നു. ബിക്കോസ് 5:30 to 7:30 ആണ് നമ്മളൊരു പെർട്ടിക്കുലർ ചടങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഞാൻ ഏകദേശം 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനെയും അമ്മയും കാണുന്നത്. ഇപ്രാവശ്യം ഞാൻ 26-ാം തീയതി എത്തി, 29-ാം തീയതി തിരിച്ച് ദുബായിക്ക് എത്തും. ഈ വീഡിയോ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ദുബായിലാണ്. ആൻഡ് അപ്പോൾ ഞാൻ ഓൾറെഡി അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരില്ല. ബിക്കോസ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട്, ഇവിടെ എൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അമ്മയും അച്ഛനും എന്നോട് ഇപ്രാവശ്യം ക്ഷമിക്കണം, ഞാൻ വീട്ടിലേക്ക് വരില്ല, അതുകൊണ്ട് നമ്മൾ ചടങ്ങിൽ വെച്ച് കാണാം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് യെസ്, നമ്മുടെ അച്ഛനും അമ്മയല്ലേ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്നുള്ളത് നമുക്കും അറിയാം. വിഷമമുണ്ട് ഞാൻ വീട്ടിൽ പോവാത്തതിൽ, അവർക്കുമുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും തന്നെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറണം. അവിടെ നമ്മൾ വീട്ടിൽ പോയില്ല, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല, ഞാൻ വീട്ടിലേക്ക് പോയില്ല എന്നുള്ളതൊന്നും കാണിക്കാനുള്ള സമയമല്ല. നമ്മൾ എങ്ങനെയാണോ അവിടെ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ സിറ്റുവേഷനെ മനസ്സിലാക്കിയിട്ട് അവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പഠിക്കണം. അതുതന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അച്ഛൻ 2 കാലും സർജറി കഴിഞ്ഞതോട് കൂടിയിട്ട്, മുട്ട് സർജറി കഴിഞ്ഞതോട് കൂടിയിട്ട് അച്ഛന് വലിയ കുഴപ്പമില്ല. അച്ഛന് പിടിച്ചാലും അച്ഛന് നടക്കാൻ പറ്റും. അമ്മയുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ്. എന്താ വെച്ചാൽ ഹീമോഗ്ലോബിൻ ലോ ആയതുകൊണ്ടും ഇപ്പം അതിനുള്ള ഗുളിക കഴിക്കുന്നതുകൊണ്ടും പിന്നെ ഡയബറ്റിക് ആയതുകൊണ്ടും പെട്ടെന്ന് എടുത്തു ചാടി 2 മുട്ടും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്.
അതിൻ്റെ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് നല്ലോണം ഉണ്ട്. നടക്കാനും പിടിക്കണം ഒരാൾ, എന്നാൽ മാത്രമേ നമ്മൾ സ്റ്റെപ്പ് കയറാനൊക്കെ അമ്മയ്ക്ക് സഹായം വേണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഹീമോഗ്ലോബിൻ ഒന്ന് പ്രോപ്പറാക്കിയിട്ട് നമ്മൾ സർജറിക്ക് പോകാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ അവർ വന്നു, അവർ ഗിഫ്റ്റൊക്കെ കൊടുത്തു. എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു രതീഷിൻ്റെ കല്യാണത്തിന് ശേഷം ഒരു സ്റ്റേജ് ഗിഫ്റ്റ് വാങ്ങിക്കൽ അതിനെയൊക്കെ മാറ്റി വയ്ക്കലൊന്നും നമുക്ക് സംഭവിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് റിയലി എ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം. എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതാ ആ ചെക്ക് സാരി ഇട്ടിട്ട് ഇരിക്കണില്ലേ, അത് അനുഷയുടെ അമ്മ, അപ്പുറത്തെ അച്ഛൻ. ഇത് എന്താണ് പിങ്ക് സാരി ശ്രീജയുടെ അമ്മ, ഇത് ബ്ലൂ ഷർട്ട് ശ്രീജയുടെ അച്ഛൻ, അപ്പുറത്തിരിക്കുന്നത് അപ്പ അമ്മ. നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 3 സംബന്ധിമാരും കൂടി ഇരിക്കുകയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം കണ്ണേട്ടൻ എല്ലാവരെയും വെൽക്കം ചെയ്തു. എന്താണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം അപ്ഡേറ്റ് ചെയ്തു. എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു, വന്ന എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു. ആൻഡ് ഈ ചടങ്ങ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതെല്ലാം എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് തന്നെ കണ്ണേട്ടൻ എല്ലാം കാര്യങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അക്ഷതം ഇട്ടിട്ട് നാമങ്ങൾ ചൊല്ലിയിട്ട് അക്ഷതം ഇട്ടിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെ അത് ചെയ്യാൻ പറ്റി. അത് അമ്മ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ കുട്ടിയും ഹസ്ബൻഡും കൂടിയിട്ട് വന്നിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി ചെയ്തു തന്നത്. ആൻഡ് ശ്രുതി ആൻഡ് ഡോക്ടർ ശ്യാം, അവർ 2 പേർക്കും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് താങ്ക്സ് പറയണം. ഒരു ഫംഗ്ഷനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ സ്റ്റേജിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർ വരുന്ന ഇതൊക്കെ ടീച്ചർമാരാണ്. ആൻഡ് ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് ഇവരൊക്കെ ടീച്ചർമാരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് ഞാൻ ഇവരെയൊക്കെ സ്റ്റാഫ് റൂമിൽ പോയി കണ്ടിട്ടുണ്ട്, അമ്മയുടെ കൂടെ ഞാൻ പോകുന്ന സമയത്ത്. സോ എനിക്ക് എല്ലാവരെയും പറളി ഹൈസ്കൂളിലത്തെ ടീച്ചർമാർ, അമ്മയുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ടീച്ചർമാരെയും എനിക്കറിയാം, അവർക്കും എന്നെ അറിയാം. സോ എല്ലാവരെയും വെൽക്കം ചെയ്യുക. അപ്പോൾ സ്റ്റേജിൽ നടക്കുന്ന ചില കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൾക്കാർ വരുന്ന തിരക്കും അവരെ വെൽക്കം ചെയ്യുന്ന തിരക്കിലുമായിരുന്നു ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് നമ്മൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. വീഡിയോ തിരിഞ്ഞു പോയതിൽ ക്ഷമിക്കണം, ബിക്കോസ് കൊടുത്ത ആൾ പിടിച്ച രീതി അങ്ങോട്ട് തെറ്റിപ്പോയി. അപ്പോൾ ഞാനിത് കാണുന്നില്ലല്ലോ, അപ്പോൾ എങ്ങനെ അവരെ ചെയ്യിപ്പിക്കണം എന്ന് അറിയില്ല. ബിക്കോസ് മനുവും കിച്ചും ഒക്കെ സ്റ്റേജിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ വേറൊരാളുടെ അടുത്ത് കൊടുത്തിട്ടാണ് ഇത് എടുത്തത്. സോ അവരെടുത്ത ആ ഒരു ഇത് മാറിപ്പോയതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ കയറി അച്ഛനും അമ്മയും കേക്ക് കട്ട് ചെയ്തു. ആൻഡ് കേക്ക് തമ്മിൽ കൊടുത്തു. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡിന്നറിൻ്റെ പരിപാടികളായിരുന്നു. അവിടെ ബൊഫെ കറക്റ്റായിട്ടുള്ള രീതിയിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പ് ഇൻ ടൗൺ ആയിരുന്നു നമ്മുടെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്ന ബഫറ്റ്. അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫങ്ഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവൊക്കെ എടുത്ത് എല്ലാവരും മെനക്കെട്ട് അതിന് വേണ്ടിയിട്ട് എന്നുള്ള നിലയിൽ ഇത് പ്ലാൻ ചെയ്ത് എത്ര മാസങ്ങൾ എടുത്തിട്ടാണ് നമ്മളിതിനെ പ്ലാൻ ചെയ്തതെന്നറിയോ. ഓരോരുത്തർക്കും ലീവ് കിട്ടണം, കുട്ടികൾക്കൊക്കെ ലീവാണ്, പക്ഷേ ഓരോരുത്തർക്കും ലീവ് കിട്ടണം, എല്ലാവരും വരണം, എല്ലാവരും ഇത് ഭംഗിയാക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വെൻറ്റ് ഓൺ വെരി വെൽ. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. ഇനി വളരെ അധികം ഒരു ചെറിയൊരു വീഡിയോയും കൂടിയിട്ടേ നിങ്ങൾക്ക് വരാനുള്ളൂ. അതോടുകൂടിയിട്ട് ഞങ്ങൾ യാത്ര ഇങ്ങോട്ട് ദുബായിക്ക് വരികയാണ്. അപ്പോൾ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു.